ഗായ്സ് ഞങ്ങൾ ടൗണിൽ പോവാണ്. ടൗണിൽ പോയിട്ട് ലേശം സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഉഷാറാക്കിയിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ കൂടുതൽ കൂടട്ടോ. അപ്പോൾ നമ്മൾ ടൗണിൽ പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്. നല്ല കുറച്ച് പൈസക്ക് ചിലവുണ്ടാകും, അത് ഉറപ്പാണ്. കുറച്ചുണ്ട് അവിടെ പോയവർക്ക് മന്തി കിന്തി എല്ലാ സാധനം വേണ്ടി വരും. ഇതിനൊക്കെ ഇപ്പോൾ കീശയിൽ പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോവുകയാണൊരു പോക്ക്. ഓക്കെ, അപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൗണിലെത്താനായിട്ടുണ്ട്. നമ്മൾ റോഡിലേക്ക് ചാടുകയാണ്. റോഡിലേക്ക് ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് റോഡിലേക്ക് ചാടും. ചാടി ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൂക്കോട്ടുംപാടം ടൗണിലേക്ക് അതാ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പൂക്കോട്ടുംപാടം ടൗൺ എത്തിട്ടോ. ഇനി നമുക്ക് ആദ്യം പോകേണ്ട സ്ഥലമാണ് റേഷൻ കട. റേഷൻ കടയിൽ പോയിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് തിരിക്കണം. അപ്പോൾ നമ്മൾ റേഷൻ കടൻ്റെ പരിസരത്ത് എത്താറായിട്ടുണ്ട്. പോയിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ബ്ലോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിലേക്ക് തിരിയാണ്. തിരിഞ്ഞു റേഷൻ കടയിൽ എത്തിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റേഷൻ കടയിലെത്തിയിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മളെ വൈഫും ഉമ്മയും കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. അവർ വാങ്ങിയിട്ട് നമുക്ക് വീണ്ടും അടുത്ത സ്റ്റോപ്പിലേക്ക് നീങ്ങാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് നീങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ റേഷൻ കടൻ്റെ പരിപാടി കഴിഞ്ഞു. റേഷൻ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇവിടെയും ബ്ലോക്കാണ് കൊടുക്കാൻ പോകുന്നത്. ചാടി ഇനിയിപ്പോൾ നമ്മൾ അങ്ങാടിയിലെത്തിയ അടുത്ത സ്റ്റോപ്പ് നമുക്ക് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അതാണ് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്. അടുത്തത് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഷോപ്പിലേക്ക് നീങ്ങും. ഓക്കെ, നമ്മൾ താരം റൊണാൾഡോ കണ്ടില്ലേ, അതാണ് ഇവിടെ വലിയ പരിപാടി. ഓക്കെ, നമ്മൾ നെയ്മറെ കണ്ടല്ലേ. വേൾഡ് കപ്പ് പ്രമാണിച്ച് ഇവിടെ ഓഫറുകൾ കിടിലമായി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫിഫ വേൾഡ് കപ്പ്. അത് നമ്മൾ കടയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് സാധനങ്ങൾ ഇവിടെ എടുക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അതൊക്കെ പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ലേഡീസിനെയും കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ തുടപ്പ് പോലുമെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന് തുടങ്ങി അങ്ങനെ പോവും. അങ്ങനെ ഓരോ തലക്കുന്ന് പോവുകയാണ്. ഇത് 3 സൈഡുണ്ട് കേട്ടോ. ഈ സൈഡിൽ നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഇത് നമുക്ക് വേണ്ടപ്പെട്ട സാധനമൊക്കെ താഴെ തന്നെ ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ അല്ലാതെ പോകും. നല്ല മഴ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ബില്ലടിക്കട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് മഴ കാണുക കുറച്ച് ഉഷാറ മഴ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും വണ്ടിയിൽ കയറിക്കൊണ്ടേ നിൽക്കുകയാണ്. വണ്ടിയിൽ കയറാൻ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതൊന്ന് റിട്ടേൺ ചാടിയിട്ടോ. അപ്പോൾ ഇനി റിട്ടേൺ ചാടിയപ്പോൾ ഇനി മഴയും ഉണ്ട്. അപ്പോൾ ഇനി പതുക്കെ പോക്ക് നടക്കുള്ളൂ. ഒരു JCB നമ്മളെ മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലേഖം കൂടി പതുക്കെ പോകുള്ളൂ. JCB നമ്മളെ ഫ്രീപ്പാക്കും. മഴ കാരണം പച്ചക്കറിയും കൂടി വേണം. അതും കൂടി കഴിഞ്ഞാലേ നമ്മൾ ഇനി വീട്ടിലേക്ക് എത്തുള്ളൂ. കണ്ടതൊക്കെ ആവശ്യമാണ്. പെണ്ണുങ്ങളെ കൊണ്ടുവന്നാലേ ഇങ്ങനെയല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് നമ്മൾ വെജിറ്റേറിയൻ തരാൻ പോകണം കേട്ടോ. നല്ല സാധനം കിട്ടാണ് ഇവിടെ. ഫ്രഷ് സാധനം കിട്ടുക. അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് യാത്ര. അത് നമ്മൾ പച്ചക്കറിയൊക്കെ ജോലിക്കാരനാട്ടോ. അടുത്തതാണ് നമ്മൾ വീട്ടിലേക്കുള്ള അടുത്ത വഴിയിലേക്ക് തിരഞ്ഞിരിക്കുന്നു. അതാ നമ്മൾ
വീണ്ടും നമ്മളെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് ചാടി അതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്നു, അത് അടച്ചു കിടക്കിയിരുന്നു. പർച്ചേസുകളൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എത്തി. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ഓക്കെ.